തിങ്കളാഴ്ച വൈകുന്നേരം 4 മണിയോടുകൂടി ഒരു സാമൂഹ്യ വിരുദ്ധൻ, രാജു എന്ന് പറയുന്ന ഒരു സാമൂഹ്യ വിരുദ്ധൻ നമ്മുടെ സംഘടനയിൽപ്പെട്ട മാത്യു ജോസഫ് എന്ന വ്യക്തിയുടെ സ്ഥാപനത്തിൽ വരികയും സ്ഥാപനത്തിൽ കള്ളുകുടിച്ച് അസഭ്യം പറഞ്ഞ സാഹചര്യത്തിൽ അദ്ദേഹത്തോട് സ്ഥാപനത്തിന് ഇറങ്ങി മാറാൻ പറയുകയും ആ സാഹചര്യത്തിൽ ആ സ്ഥാപനത്തിന്റെ മെയിൻ ഡോറിന്റെ ഗ്ലാസ് ഇടിച്ചു തകർക്കുകയും സ്ഥാപനത്തിലുള്ള സ്ഥാപന ജംഗമ വസ്തുക്കൾ വലിച്ചു പുറത്തിടുകയും ആ സ്ഥാപന ഉടമയെ ബൈജു എന്ന് വിളിക്കുന്ന മാത്യു ജോസഫിനെ ഇടിച്ച് പരിക്കേൽപ്പിക്കുകയും ചെയ്തിട്ടുള്ളതാണ്. ആ സമയത്ത് പ്രസിഡന്റിന്റെ സ്ഥാപനം തൊട്ടടുത്തായിരുന്ന സ്ഥാപനം പ്രസിഡന്റ് വേഗം തന്നെ അവിടെ ചെല്ലുകയും പ്രസിഡന്റ് ഉടൻ തന്നെ സംഘടനാ ഭാരവാഹികളെല്ലാം അറിയിക്കുകയും ചെയ്തു. അതിന്റെ പശ്ചാത്തലത്തിൽ 5 മിനിറ്റിനകം ഞങ്ങൾ എല്ലാവരും അവിടെ എത്തി. ആ എത്തിയ സമയത്ത് ബഹുമാനപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥർ അവിടെ വന്നിട്ടുണ്ടായിരുന്നു. വന്ന് ഈ ഗുണ്ടയെ വിളിച്ച് നടത്തിക്കൊണ്ട് ഇങ്ങനെ പോയി അവനെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി. പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയ ശേഷം അവനെ മെഡിക്കൽ എടുക്കുവാൻ, മെഡിക്കൽ അവന്റെ കൈക്ക് പരിക്കേറ്റിട്ടുണ്ടായിരുന്നു. പരിക്കിന് ചികിത്സയ്ക്ക് വേണ്ടി ടൗണിലുള്ള ഹോസ്പിറ്റലിൽ വന്ന് കൊണ്ടുവരികയും ആ കൊണ്ടുവന്ന സാഹചര്യത്തിൽ ഞങ്ങൾ താഴെ നിന്ന് ഞങ്ങൾ പ്രസിഡന്റ്, സെക്രട്ടറി, ഭാരവാഹികളെല്ലാം അസോസിയേഷനിലേക്ക് പോയി. അസോസിയേഷൻ ഓഫീസിൽ വെച്ച് പ്രത്യേക ഒരു പരാതി സമർപ്പിക്കുന്നതിന് വേണ്ടി തയ്യാറെടുക്കുന്ന സമയത്ത് ആ പോലീസ് ഉദ്യോഗസ്ഥനോട് കല്ലൂർക്കാട് ടൗണിന്റെ നടുക്ക് വെച്ച് തന്നെ വളരെ മോശമായ മ്ലേച്ഛമായ രീതിയിൽ അസഭ്യം പറയുകയും പറഞ്ഞ ചീത്തകൾക്ക് കണ്ടു നിന്നവർക്കോ കേട്ടു നിന്നവർക്കോ സഹിക്കാൻ പറ്റാത്തില്ല മ്ലേച്ഛമായ അസഭ്യമാണ് അദ്ദേഹം ആ ഗുണ്ടായ രാജു ആ പോലീസ് ഉദ്യോഗസ്ഥരോട് പറഞ്ഞത്. എന്നിട്ടും അദ്ദേഹം ആ പോലീസ് ഉദ്യോഗസ്ഥർ അവരോട് പ്രതികരിക്കാതെ അവനെ വീണ്ടും പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി പോലീസ് സ്റ്റേഷനിൽ നിന്ന് അവനെ നിരുപാധികം വിട്ടയക്കുകയാണ് ചെയ്തത്. എന്തുകൊണ്ടാണ് പോലീസ് അവരുടെ ഈ ഗുണ്ടാരാജു മദ്യപിച്ചിരുന്ന ഗുണ്ടാരാജുവിന്റെ മെഡിക്കൽ എടുക്കാതെ അവനെ വിട്ടയച്ചതിന്റെ കാരണം എന്താണ്? വ്യാപാരികൾ, ഞങ്ങളുടെ പ്രസിഡന്റ്, സെക്രട്ടറി, യൂത്ത് യൂണിയന്റെ പ്രസിഡന്റ് എന്നിവർ ചേർന്ന് കല്ലൂർക്കാട് പോലീസ് സ്റ്റേഷനിൽ ചെന്ന് ഞങ്ങൾ രേഖാമൂലം പരാതി നൽകുകയും എന്നിട്ടും ഇന്നേ വരെ അതിനൊരു പ്രതികരണം ഉണ്ടാകാത്ത സാഹചര്യത്തിലാണ് ഞങ്ങൾ ഇങ്ങനൊരു സമര പരിപാടികൾക്ക് മുന്നോട്ട് പോകേണ്ടി വന്നത്.